പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ജലസ്നാനം, വെള്ളത്തിൽ മുഴുകിയുള്ള സ്നാനം പുതിയ നിയമസഭയ്ക്ക് സഭാനായകനായ കർത്താവ് നൽകി തന്നിട്ടുള്ള ശ്രേഷ്ഠമേറിയ 2 അനുഷ്ഠാനങ്ങളാണ് ജലസ്നാനവും തിരുവത്താഴവും. എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും ആചരിച്ചു പോരുന്നതും അത്യന്തം ഗൗരവപ്രധാനവുമായ ഒരു വിഷയമാണ് സ്നാനം. സ്നാനം കർത്താവിന്റെ മാറ്റമില്ലാത്ത കൽപ്പനയായി സുവിശേഷങ്ങളിലും അതിന്റെ അനുഷ്ഠാനങ്ങൾ അപ്പോസ്തോലിക പ്രവൃത്തിയിലും ഇതിന്റെ വിശദീകരണങ്ങളും ഉപദേശങ്ങളും പുതിയ നിയമലേഖനങ്ങളിലും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തു യേശുവിന്റെ മരണ പുനരുത്ഥാനങ്ങളുടെ നിഴലായി മനുഷ്യകുലത്തിന് നൽകപ്പെട്ട ഏറ്റവും മഹത്തായ ഒരു ശുശ്രൂഷയാണിത്. ദൈവത്തിന് സ്തോത്രം. ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ അതിപ്രധാനമായ ഒന്നത്രേ ജലസ്നാനം. ആമേൻ. ക്രിസ്തു ശിഷ്യന്മാർ എല്ലാം തന്നെ സഭയുടെ ആരംഭം മുതൽ ക്രമാനുഗതമായി ഇത് ആചരിച്ചു പോകുന്നതായി വചനം വ്യക്തമാക്കുന്നു. ക്രിസ്തുവിന്റെ അരുമശിഷ്യൻ എന്ന് വിളിക്കപ്പെടുന്ന പത്രോസ് തന്നെയാണ് സഭയോടുള്ള ബന്ധത്തിൽ സ്നാനം നിർബന്ധമാണെന്ന് ആദ്യം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. അതേ അപ്പോസ്തല പ്രവൃത്തി 2:38 അത് വായിക്കുന്നു. അന്തരാത്മാവിൽ രൂഢമൂലമാകുന്ന വിശ്വാസത്തിന്റെ കവി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ജലസ്നാനം, വെള്ളത്തിൽ മുഴുകിയുള്ള സ്നാനം പുതിയ നിയമസഭയ്ക്ക് സഭാനായകനായ കർത്താവ് നൽകി തന്നിട്ടുള്ള ശ്രേഷ്ഠമേറിയ 2 അനുഷ്ഠാനങ്ങളാണ് ജലസ്നാനവും തിരുവത്താഴവും. എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും ആചരിച്ചു പോരുന്നതും അത്യന്തം ഗൗരവപ്രധാനവുമായ ഒരു വിഷയമാണ് സ്നാനം. സ്നാനം കർത്താവിന്റെ മാറ്റമില്ലാത്ത കൽപ്പനയായി സുവിശേഷങ്ങളിലും അതിന്റെ അനുഷ്ഠാനങ്ങൾ അപ്പോസ്തോലിക പ്രവൃത്തിയിലും ഇതിന്റെ വിശദീകരണങ്ങളും ഉപദേശങ്ങളും പുതിയ നിയമലേഖനങ്ങളിലും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തു യേശുവിന്റെ മരണ പുനരുത്ഥാനങ്ങളുടെ നിഴലായി മനുഷ്യകുലത്തിന് നൽകപ്പെട്ട ഏറ്റവും മഹത്തായ ഒരു ശുശ്രൂഷയാണിത്. ദൈവത്തിന് സ്തോത്രം. ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ അതിപ്രധാനമായ ഒന്നത്രേ ജലസ്നാനം. ആമേൻ. ക്രിസ്തു ശിഷ്യന്മാർ എല്ലാം തന്നെ സഭയുടെ ആരംഭം മുതൽ ക്രമാനുഗതമായി ഇത് ആചരിച്ചു പോകുന്നതായി വചനം വ്യക്തമാക്കുന്നു. ക്രിസ്തുവിന്റെ അരുമശിഷ്യൻ എന്ന് വിളിക്കപ്പെടുന്ന പത്രോസ് തന്നെയാണ് സഭയോടുള്ള ബന്ധത്തിൽ സ്നാനം നിർബന്ധമാണെന്ന് ആദ്യം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. അതേ അപ്പോസ്തല പ്രവൃത്തി 2:38 അത് വായിക്കുന്നു. അന്തരാത്മാവിൽ രൂഢമൂലമാകുന്ന വിശ്വാസത്തിന്റെ കവിഞ്ഞൊഴുക്കാണ് ജനത്തെ സ്നാനത്തിലേക്ക് വഴി നടത്തുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യരുടെ ഹൃദയാന്തർഭാഗത്ത് ഉടലെടുക്കുന്ന വിശ്വാസത്തിന്റെ പരസ്യ പ്രകടനമാണ് സ്നാനം. ആമേൻ. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി സ്വമേധയാ വിധേയനാകേണ്ട ഒരു അനുഷ്ഠാനമായി സ്നാനത്തെ കരുതാം. സാധാരണയായി ഉപദേശ പിശകുകൾ ധാരാളം അടിഞ്ഞുകൂടാറുള്ളതും ശത്രുവായ സാത്താൻ വചനവിരുദ്ധ പ്രവർത്തനങ്ങൾ കൂട്ടിച്ചേർക്കുന്നതുമായ ഒരു വിഷയമാണ് സ്നാനം. പിതാവാം ദൈവത്തിന്റെ പ്രത്യേക ഇഷ്ടപ്രകാരമുള്ള ഒരു ശുശ്രൂഷയായതിനാൽ ഇത് അത്യന്തം ഗൗരവപ്രധാനമാണ്. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്നാനം, ആമേൻ, സംബന്ധിച്ചുള്ള വിഷയങ്ങളുമായി ആമേൻ അതിന്റെ ഒരു സമഗ്ര പഠനം തുടർന്നുള്ള അധ്യായങ്ങളിൽ തുടർന്നുള്ള ഭാഗങ്ങളിൽ ചേർത്തിരിക്കുന്നത് അത് പ്രസ്താവിപ്പാൻ താല്പര്യപ്പെടുന്നു. ഹല്ലേലൂയ. കൂടുതൽ പ്രയോജനപ്രദമാകട്ടെ എന്ന് കരുതുന്നു. ദൈവത്തിന് സ്തോത്രം. മൂലഭാഷയായ ഗ്രീക്കിൽ സ്നാനത്തിന്റെ ബാപ്റ്റിസോ ലൂക്കോസിന്റെ സുവിശേഷം 16:24, യോഹന്നാന്റെ സുവിശേഷം 13:26 അമീൻ ഇത്യാദി പദങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഈ പദങ്ങളുടെ ശരിയായ അർത്ഥം നമുക്ക് അതിന്റെ അർത്ഥം മുക്കുക,
താഴ്ത്തുക, നിബഞ്ജനം ചെയ്യുക എന്നിങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. സുറിയാനി ഭാഷയിൽ നിന്നും കോനാട്ട് മൽപ്പാൻ അവറുകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത പുതിയ നിയമ പുസ്തകത്തിൽ ആമേൻ സ്നാനം എന്നതിന് വെള്ളത്തിൽ മുക്കുക എന്ന് ഭാഷാന്തരം നൽകിയതായി കാണാം. മത്തായി 3:11 ആമേൻ ഞാൻ നിങ്ങളെ മാനസാന്തരാർത്ഥകമായി വെള്ളത്തിൽ മുക്കുന്നു, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ മാമോദിസ മുക്കി. മർക്കോസിന്റെ സുവിശേഷം 1:8 അത് വായിക്കുന്നു. യേശു മിശിഹായിൽ മാമോദിസ മുങ്ങിയവരായ നാം ദൈവത്തിന്റെ മരണത്തിലാകുന്നു മാമോദിസ മുങ്ങിയത്. റോമർ 6:3 അത് വായിക്കുന്നത് എങ്ങനെ നൽകിയിട്ടുണ്ട്. ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇതിൽ നിന്നെല്ലാം സ്നാനം മുങ്ങിയാണ് എന്ന് തെളിവായി ആമേൻ വിശ്വസിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. സ്നാനം ശവസംസ്കാരത്തിന് സാദൃശ്യമായി ലേഖനങ്ങളിൽ ആമേൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. റോമലേഖനം 6:4, കൊലോസ്യ ലേഖനം 2-ാം 11-12 വാക്യങ്ങൾ യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. റോമാലേഖനം 10:9 യേശു ക്രിസ്തുവിന്റെ മരണമടക്കം പുനരുത്ഥാനം എന്നിവ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറയുന്ന ഒരാൾ തന്റെ ഹൃദയാന്തര ഭാഗത്തുളവായ വിശ്വാസം പരസ്യമായി പ്രകടമാക്കുന്ന പ്രക്രിയയാണ് സ്നാനം. അങ്ങനെ ഒരു വിശ്വാസി ക്രിസ്തുവിനോട് ഏകീഭവിക്കുന്നു. സ്നാനം ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയാകുന്നു. 1 പത്രോസ് 3:21 അത് കാണാൻ നമുക്ക്. ഒരുവൻ ക്രിസ്തുവിനോട് ചേരുന്നതും ക്രിസ്തുവിനെ ധരിക്കുന്നതും ജലസ്നാനം നിമിത്തം ആമേൻ ആണെന്ന് റോമാലേഖനം 6:3 ഗലാത്യ ലേഖനം 3:27 എന്നീ വേദഭാഗങ്ങളിൽ വ്യക്തമാക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. സ്നാനം ജലത്തിലുള്ള ഒരു ശുശ്രൂഷയാണ്. ആമേൻ. ജലത്തെ ന്യായവിധിയുടെയും മരണത്തിന്റെയും നിഴലായി ബൈബിളിൽ ആമേൻ പലയിടങ്ങളിലും ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരുവൻ ക്രിസ്തുവിന്റെ അനുകാരിയാകുന്നത് അവന്റെ മരണത്തിൽ പങ്കാളിയായി അതിലൂടെയാണ്. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. റോമാലേഖനം 6:4 ആമേൻ. ക്രിസ്തുയേശു മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ സകല മഹത്വത്തോടും കൂടി ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം പ്രത്യക്ഷമായി അംഗീകരിക്കുന്നത് സ്നാനം എന്ന കർമ്മത്തിലൂടെയാണ്. സ്നാനത്താൽ അവന്റെ മരണത്തോട് നാമും ഏകീഭവിക്കുന്നു. റോമാലേഖനം 6:5 ആമേൻ. അങ്ങനെ യേശുവിന്റെ മരണ പുനരുത്ഥാനങ്ങളോട് സ്നാനം നിമിത്തം നാമും ഏകീഭവിച്ചു എന്ന് പരസ്യമായി സാക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. രണ്ടാമതായി സ്നാനം ഒരു വിശദീകരണം. ആമേൻ. 1 സ്നാനം ദൈവസ്ഥാപിതമാണ്. ആമേൻ. പുതിയ നിയമ വിശ്വാസികൾ ഇന്നോളം അനുവർത്തിച്ചു വന്നിട്ടുള്ളതും നിറവേറ്റിക്കൊണ്ടിരിക്കുന്നതുമായ സകല ശുശ്രൂഷകളും ദൈവത്താൽ സ്ഥാപിതമാണെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ആരാധന മുതൽ ഒരു വിശ്വാസി അനുവർത്തിക്കേണ്ട സകല കാര്യങ്ങളെ കുറിച്ചും ദൈവം നമുക്ക് സ്പഷ്ടമായും വ്യക്തമായും വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. പുതിയ നിയമസഭയ്ക്ക് കർത്താവ് നൽകിയിട്ടുള്ള ഉപദേശങ്ങളിൽ ഒന്നാണ് സ്നാനം. ആമേൻ. അതിൽ രണ്ടാമത് യേശു ക്രിസ്തുവിന്റെ അന്ത്യ കൽപ്പനയാണ്. മത്തായിയുടെ സുവിശേഷം 28:18 മുതൽ 20 വരെയുള്ള വാക്യവും മർക്കോസിന്റെ സുവിശേഷം 16:15-16 വാക്യവും പുതിയ നിയമസഭ അനുഷ്ഠിക്കുന്ന സ്നാനം കർത്താവിന്റെ കൽപ്പനാനുസരണമാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും തനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന അവകാശത്തിന്റെ വെളിച്ചത്തിലാണ് ഈ കൽപ്പന കർത്താവ് മനുഷ്യകുലത്തിന് നൽകിയത്. വിശ്വസിക്കുന്നവൻ സ്നാനപ്പെടണമെന്ന കൽപ്പനയും ഇതിൽ ഉള്ളടങ്ങിയിരിക്കുന്നു. ക്രിസ്തുലോകവാസം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്റെ ശിഷ്യന്മാരെ പരമേൽപ്പിച്ച ശ്രേഷ്ഠ നിയോഗമായിരുന്നു വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവിൻ എന്ന കൽപ്പന. ആമേൻ. അതിൽ മൂന്നാമതായി ദൈവത്തിന്റെ ആലോചനയാണ്. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം
30 വാക്യവും യോഹന്നാന്റെ സുവിശേഷം 1-33 വായിക്കുമ്പോൾ പിതാവ് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ വന്ന ആമേൻ സ്തോത്രം ക്രിസ്തുയേശു ഇതിന് നമുക്ക് മാതൃക കാട്ടിത്തന്നു. ക്രിസ്തുവിന്റെ പാത പിൻപറ്റുന്ന ഏതൊരുവനും അനുവർത്തിക്കേണ്ട ദിവ്യ ആലോചനയാണ് സ്നാനം. പിതാവിൽ നിന്ന് പ്രാപിച്ച് പുത്രൻ വാമൊഴിയായി നൽകിത്തന്ന ദൈവിക ആലോചനയെ നാം വ്യർത്ഥമാക്കരുതെന്ന് ഓർക്കുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതിൽ 4-ാമതായി മനസ്സിലാക്കേണ്ടത് ദൈവനീതിയാണ്. ഹല്ലേലൂയ, മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ നീതി ദൈവിക ന്യായമാണ്. അതുകൊണ്ട് തന്നെ അവൻ നീതി നിവർത്തിക്കുന്നതിൽ സദാ ജാഗ്രത പാലിക്കുന്നവനാണ്. മനുഷ്യർക്ക് ദൈവം നൽകിയ നീതിയാണ് സ്നാനം. ഒരുവൻ സ്നാനമേൽക്കുന്നതിലൂടെ ദൈവിക നീതി നിവർത്തിക്കപ്പെടുന്നു. വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തി നിവൃത്തി വരുത്തേണ്ട നീതി ആമേൻ അഥവാ നിയമമാണ് സ്നാനം. ആമേൻ ആമീൻ. അതിൽ 5-ാമത് മനസ്സിലാക്കേണ്ടത് കർത്താവ് കാണിച്ച മാതൃകയാണ്. മത്തായി സുവിശേഷം 3-ാമത്തെ വാക്യം ആമേൻ സ്നാനം ആവശ്യമില്ലാതിരുന്ന ഏക വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമായിരുന്നു. ജന്മ കർമ്മ പാപങ്ങൾ ഏശാത്തവനായ ക്രിസ്തുയേശു ദൈവപുത്രനായിരുന്നിട്ടുകൂടി പാപമില്ലാത്തവൻ, പാപം ചെയ്തിട്ടില്ലാത്തവൻ, പാപം അറിയാത്തവൻ യോഹന്നാ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേറ്റു. ഹല്ലേലൂയ, യോർദാൻ നദിയിൽ ആമേൻ സ്നാപക യോഹന്നാന്റെ കൈക്കീഴിൽ യേശു സ്നാനമേറ്റത് നമുക്ക് പിൻപറ്റുവാൻ വേണ്ടി ഒരു നല്ല മാതൃക കാണിച്ചു തരിക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. യേശുവിന്റെ കാലടികളെ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നവർ യേശു കാണിച്ച ഈ മാതൃകയെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടത് അനിവാര്യമാണ്. ബലമേറിയവൻ ബലഹീനന്റെ കയ്യിൽ ഒതുങ്ങിക്കൊടുത്തപ്പോൾ ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. ഇതുപോലെ നാമും സ്നാനമെന്ന മഹത് കർമ്മത്താൽ ക്രിസ്തുവിനോട് ചേരുമ്പോൾ അവൻ മുഖാന്തരം നാമും പ്രിയപുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഇടയാകും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിൽ 6-ാമതായ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഇവിടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കും. 6-ാമത് ഇങ്ങനെ നാം മനസ്സിലാക്കണം. അപ്പോസ്തലന്മാരുടെ ഉപദേശവും ആദിമ സഭാ നടപടിയുമായിരുന്നു ഇത്. അപ്പോസ്തല പ്രവൃത്തി 2:37-41 വരെയും 8-ാം അധ്യായം 12-ാമത്തെ വാക്യവും 36-38 വരെയും 10-ാം അധ്യായം 48-ാമത്തെ വാക്യവും 16-ാം അധ്യായം 30-33 വരെയും ഹല്ലേലൂയ 19-ാം അധ്യായം 5-ാമത്തെ വാക്യവും ഹല്ലേലൂയ അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങളിലെ കാതലായ ഉപദേശ സത്യമായിരുന്നു സ്നാനം. ഒരൊറ്റ പ്രസംഗ നിമിത്തം 3000 പേർ പെന്തക്കോസ്ത് നാളിൽ സ്നാനമേറ്റ ചരിത്രം അപ്പോസ്തോലിക ഉപദേശങ്ങളിലുള്ള സ്നാനത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതായിരുന്നു. ആദിമസഭ നിരന്തരമായി നിർവഹിച്ചിരുന്ന ഏറ്റവും മാതൃകാപരമായ ശുശ്രൂഷയായിരുന്നു സ്നാനം. വീണ്ടും ജനനം പ്രാപിച്ച ഏതൊരുവനെയും വചനാടിസ്ഥാനത്തിൽ സ്നാനം കഴിപ്പിക്കേണ്ടത് ഇന്നും സഭയുടെ നടപടിക്രമം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തുടർന്നും അടുത്തൊരു ഭാഗം അടുത്ത ദിവസം ചിന്തിക്കും. ഇന്ന് ഞാൻ സംസാരിച്ച അല്ലെങ്കിൽ ഈ ഭാഗങ്ങൾ, ഈ വിഷയങ്ങൾ, ഈ വചനങ്ങൾ വായിച്ചു കൂടുതൽ ഈ വിഷയം സംബന്ധിച്ച് അറിവുള്ളവരായി തീരുകയും അത് പാലിപ്പാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ദൈവനാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എന്നെ കേട്ട എല്ലാവർക്കും അനുഗ്രഹകരമായി തീരുവാൻ ദൈവത്തിന് സ്തോത്രം. സാക്ഷാൽ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ ഇതുമൂലം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഏവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. നാളെ ബാക്കി കാര്യങ്ങൾ സ്തോത്രം നല്ല മനസാക്ഷിയെന്നും സ്നാനത്തെ കുറിച്ചുള്ള ഒരു വലിയ വിശദീകരണം, അപ്പോസ്തോലിക ഉപദേശ സമീപനം എങ്ങനെയെന്നുള്ളതെല്ലാം അടുത്തൊരു പാർട്ടായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി സ്തോത്രം പ്രതീക്ഷിക്കുക, പ്രാർത്ഥിക്കുക, കടന്നു വരിക, കേൾക്കുക, അനുഗ്രഹിക്കപ്പെടുക. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം.